എക്സാമിന് ചോദിക്കാൻ പോകുന്ന വളരെ 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 പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് മിസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. യെസ്, കറക്റ്റ് ദി മിസ്റ്റേക്സ് ഓഫ് എനി ഇൻ ദി അണ്ടർലൈൻഡ് പാർട്ട്. എന്താണ്, അടിവരയിട്ട ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ. അടിവരയിട്ട ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി കേട്ടോ, തിരുത്തി എഴുതിയാൽ മതി. Taxonomic keys are the scientific indicators used for identifying and classifying plants and animals. എന്താണ്, സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് ടാക്സോണമിക് കീകൾ എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ? അപ്പൊ ഒന്നും മാറ്റി എഴുതണ്ട. ജീനസ് ഇസ് ദ ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. ആണോ? ജീനസ് ആണോടാ ബേസിക് ലെവൽ എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാന തലം എന്ന് പറയുന്നത് ജീനസ് ആണോ? ജീനസ് ആണോ? അല്ല. ആരാണ്? സ്പീഷീസ് ആണ് അല്ലേ? സ്പീഷീസ് ആണ്, സ്പീഷീസ്. അപ്പൊ അത് മാറ്റി എഴുതുക. The first word of the scientific name indicates the genus and the second word indicates the species. എന്താണ്, ജീവികളുടെ ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം എന്ന് പറയുന്ന ജീനസിനെയും രണ്ടാമത്തെ പദം എന്ന് പറയുന്ന സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നു. അതും ശരിയല്ലേ? അപ്പൊ അതിലും ഒന്നും മാറ്റി എഴുതണ്ട. അടുത്ത ചോദ്യം, ഗിവ് റീസൺ. കാരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇല്ലസ്ട്രേറ്റ് എ ഫുഡ് ചെയിൻ യൂസിംഗ് ദ ഫോളോയിങ് ഓർഗാനിസംസ്. താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ ഉപയോഗിച്ച് നമുക്കൊരു ഭക്ഷ്യ ശൃംഖല നിർമ്മാണം സാധ്യമല്ല. സ്നേക്കും റാറ്റും ഈഗിളും. എന്തുകൊണ്ടായിരിക്കും ഭക്ഷ്യ ശൃംഖല പോസിബിൾ അല്ലാത്തത്? നമുക്കറിയാം, ഒരു ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിൽ നിന്നാണടാ? പ്രൊഡ്യൂസർ അഥവാ ഉൽപാദകർ അല്ലെ? ഉൽപാദകരിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ പ്രൊഡ്യൂസർ ഉണ്ടോ? ഇവിടെ ഏതെങ്കിലും സസ്യം കൊടുത്ത്, നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ സസ്യങ്ങളായിരിക്കും അല്ലെ? ഇവിടെ ഏതെങ്കിലും പ്ലാന്റ്സ് അഥവാ സസ്യങ്ങളെ കൊടുത്തിട്ടുണ്ടോ? സസ്യങ്ങളുണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്താണ്? ഇതിൽ നിന്ന് നമുക്കൊരു ഫുഡ് ചെയിൻ ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കില്ല. യെസ്, ഓക്കെ. അടുത്ത ചോദ്യം, കറക്റ്റ് ദി മിസ്റ്റേക്സ് ഓഫ് എനി ഇൻ ദി അണ്ടർലൈൻ പാർട്ട്. വീണ്ടും അതുപോലത്തെ ചോദ്യമാണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇസ് ദ മെത്തേഡ് ഓഫ് ഗിവിംഗ് സയന്റിഫിക് നെയിം ടു ഓർഗാനിസംസ്. ജീവികൾക്ക് ശാസ്ത്രീയമായി പേര് നൽകുന്ന രീതിയാണ് ദ്വിനാമ പദ്ധതി. ആണോ? അതേ, സയന്റിഫിക് നെയിമിംഗ് അല്ലെ? സയന്റിഫിക് നെയിം കൊടുക്കുന്ന ആ ഒരു പരിപാടി അല്ലെ? ആ ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ദ്വിനാമ പദ്ധതി എന്ന് പറയും. നമ്മൾ പറഞ്ഞു, രണ്ട് ഭാഗങ്ങൾ. ഏതൊരു ജീവിയുടെ പേരിനും രണ്ട് ഭാഗങ്ങൾ. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ജീനസിനെയും രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നു. റോബർട്ട് ബ്രൗൺ ഇൻട്രൊഡ്യൂസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ദ്വിനാമ പദ്ധതിയുടെ ഉപജ്ഞാതാവ് റോബർട്ട് ബ്രൗൺ ആണ്. ആണോ? അത് തെറ്റിപ്പോയി, അവിടെ തെറ്റി. ആരാണടാ? ആരാണ്? കാൾ ലിനേയസ് അല്ലെ? കാൾ ലിനേയസ് ആണ് നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ ഉപജ്ഞാതാവ്. കാൾ ലിനേയസ്. ഓക്കെ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ബൈനോമിയൽ നോമൻക്ലേച്ചർ ദ സയന്റിഫിക് നെയിം ഓഫ് കാറ്റ് ഇസ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്. എന്താണ്, ദ്വിനാമ പദ്ധതി പ്രകാരം പൂച്ചയുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ശരിയല്ലേ? ഫെലിസ് ഡൊമസ്റ്റിക്കസ് അല്ലേ നമ്മുടെ പൂച്ച? അപ്പോൾ അതും ശരിയായിട്ടുള്ള ഉത്തരവാണ്. അതിലും മാറ്റങ്ങൾ വരുത്തേണ്ട. അടുത്ത ചോദ്യം നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റാറ്റ് എന്താണ്? ഒരു പ്രൈമറി കൺസ്യൂമർ ആണ്, സംശയമില്ലല്ലോ. എന്താണ്? പ്രാഥമിക ഉപഭോക്താവാണ്. നെല്ല് എന്താണെടാ? നെല്ല് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? നെല്ലെന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ആണ്. നെല്ലെന്ന് പറയുന്നത് പ്രൊഡ്യൂസർ. ഓക്കെ, ഉൽപാദകരാണ്. ഉൽപാദകർ. ഓക്കെ. ഇനി പാമ്പ്. നമുക്കറിയാം, നെല്ലിനെ എലി തിന്നും, എലിയെ പാമ്പ് തിന്നും. അപ്പൊ പ്രൊഡ്യൂസറിനെ പ്രൈമറി കൺസ്യൂമർ കഴിച്ചു. പ്രൈമറി കൺസ്യൂമറിനെ ആരായിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കുക? സെക്കൻഡറി കൺസ്യൂമർ അഥവാ ദ്വിതീയ ഉപഭോക്താവ്. ഓക്കെ, യെസ്. ഇനി ഇപ്പുറത്ത് നോക്കാം, ട്രോഫിക് ലെവലുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, നമുക്കറിയാം പ്രൊഡ്യൂസർ ആണ് എപ്പോഴും ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരിക. ഉൽപാദകരാണ് എപ്പോഴും ഒന്നാമത്തെ പോഷണ തലത്തിൽ വരുന്നത്. ഇനി സ്നേക്ക് എന്ന് പറയുന്നത് റാറ്റ് എന്ന് പറയുന്ന, എലി എന്ന് പറയുന്ന പ്രാഥമിക ഉപഭോക്താവാണ്. അത് എത്രാമത്തെ ട്രോഫിക് ലെവലായിരിക്കും? സെക്കൻഡ് ട്രോഫിക് ലെവലായിരിക്കും. അഥവാ രണ്ടാം പോഷണ തലമായിരിക്കും. ഇനി ഈഗിൾ എന്ന് പറയുന്നത് ടേർഷ്യറി കൺസ്യൂമർ ആണ്. അത് എത്രാമത്തെ ട്രോഫിക് ലെവലാണ്? നാലാമത്തെ ട്രോഫിക് ലെവലിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുമെന്ന് എഴുതി നോക്കാൻ വേണമെങ്കിൽ നമുക്ക് അല്ലെ? പാഡിയെ റാറ്റ് കഴിക്കുന്നു. റാറ്റിനെ അല്ലെ? യെസ്, പാഡി അല്ലെ? പാഡിയാണ്. അതിനെ റാറ്റ് കഴിക്കും. റാറ്റിനെ സ്നേക്ക് കഴിക്കും.
സ്നേക്കിനെ ഈഗിള് കഴിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? യെസ്, അപ്പൊ എന്താണ് ഈ പറയുന്ന പോലെ തന്നെ ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ട്രോഫിക് ലെവൽ, സെക്കൻഡ് ട്രോഫിക് ലെവൽ, തേർഡ്, ഫോർത്ത് അല്ലെ? അപ്പൊ അങ്ങനെ എഴുതി നോക്കിയാലും കിട്ടും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നമുക്ക്. നെയിം ഓഫ് സയന്റിസ്റ്റ് ഹു കോൺട്രിബ്യൂട്ടഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ടാക്സോണമി ആർ ഗിവൻ ബിലോ. ഐഡന്റിഫൈ ദ കോൺട്രിബ്യൂഷൻ വിച്ച് ഇസ് ഗിവൻ ഇൻ ദ ബോക്സ് ആൻഡ് മേക്ക് പെയേഴ്സ്. പെയേഴ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, പേരിന് നേരെ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കാൾ വൂസ് അല്ലെ, കാൾ വൂസിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നടാ? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. കാൾ വൂസ് ആണ് 6 കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആരാണ്? ജോൺ റേ. ജോൺ റേ ആണ് എന്ത് ആദ്യമായിട്ട് സ്പീഷീസ് എന്ന പദം ഉപയോഗിച്ചത് അല്ലെ? ജോൺ റേ ആണ് ആദ്യമാണ് സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്, അദ്ദേഹമായിരുന്നു. ഇനി അടുത്ത ആരാണ്? തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ് നമ്മുടെ ബോട്ടണിയുടെ പിതാവ് എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം സസ്യങ്ങളെ ആനുവൽസ്, ബൈനിയൽസ്, പെരനിയൽസ് അഥവാ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് പറഞ്ഞ് 3 ആക്കി മാറ്റി അല്ലേ. ഇനി അടുത്തതാരാണ്? RH വിറ്റേക്കർ. RH വിറ്റേക്കർ എന്താ ചെയ്തത്? RH വിറ്റേക്കർ എന്ത് ചെയ്തു? അദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ ജീവികളെ എന്താണ് 5 കിങ്ഡംസിലാക്കിയിട്ട് 5 കിങ്ഡംസിലാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തു. 5 കിങ്ഡം വർഗീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ സംശയമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Certain agricultural sectors are given below. Explain each. എന്താണ്? ചില കൃഷി മേഖലകൾ തന്നിട്ടുണ്ട്. ഇതിൽ പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിഷസ് അഥവാ മത്സ്യങ്ങളെ കൃഷി ചെയ്യുന്ന രീതിയാണ് ഏത്? പിസികൾച്ചർ എന്ന് പറയുന്നത്. ഇനി സെറികൾച്ചർ എന്ന് പറഞ്ഞാലോ? മത്സ്യങ്ങളെ നമ്മൾ കൃഷി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മാംസം അഥവാ മീറ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം? നമ്മൾ ഇവരെ കൃഷി ചെയ്യുന്നുണ്ടായിരിക്കുക മീറ്റിന് വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണ് അവിടെ കൃഷി ചെയ്യുന്നത്? നമ്മൾ അവിടെ ആരെയാണ് വളർത്തുന്നത്? സിൽക്ക് വർം അഥവാ പട്ടുനൂൽ പുഴു അല്ലെ. പട്ടുനൂൽ പുഴുവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ വളർത്തുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സിൽക്ക് അഥവാ പട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ വളർത്തുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ഗിവ് റീസൺ എന്നാണ്. വൈറസ് കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ എനി ഓഫ് ദ പ്രിവെയിലിംഗ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ്. കാരണം എഴുതുക. വൈറസുകളുടെ സവിശേഷതകൾ മൂലം അവയെ നിലവിലുള്ള വർഗീകരണങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം വൈറസ് എന്ന് പറയുന്നത് നമുക്കൊരു സെല്ല് പോലും അല്ല അല്ലെ. വൈറസ് എന്ന് പറയുന്നത് ഒരു സെല്ല് പോലും അല്ല, ഒരു കോശം പോലും അല്ല. അതിന് എന്ത് മാത്രമേ ഉള്ളൂ? നടുവിൽ ഒരു ജനറ്റിക് മെറ്റീരിയലും അതിനു ചുറ്റും എന്താണ്? ഒരു പ്രോട്ടീൻ കോട്ടും അഥവാ ഒരു പ്രോട്ടീൻ കോട്ട് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ കവചം മാത്രമേ എന്തിനുള്ളൂ? ഈ പറയുന്ന വൈറസിനുള്ളൂ. ഇതെന്താണ്? ഇത് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ്, ജനിതക വസ്തു. ജനറ്റിക് മെറ്റീരിയൽ അഥവാ ജനിതക വസ്തു. അപ്പൊ ഇതിനൊരു സെല്ല് പോലും ആയിട്ട് അതിനെ കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇത് ഈ പറയുന്ന പോലെ തന്നെ ഒരു ജീവിയുടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു ജീവനുള്ള വസ്തു പോലും അല്ല. അത് എന്താണ്? അത് നിർജീവമാണ് അല്ലെ. അത് നിർജീവമാണ്. ഒരു കോശത്തിന് പുറത്ത് എത്തിക്കഴിഞ്ഞാൽ അത് നിർജീവമാണ്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന പോലെ തന്നെ ഒരു ഓർഗാനിസം ആയിട്ട് പോലും നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ക്ലാസിഫിക്കേഷനിലും അതിനെ പെടുത്താൻ പറ്റില്ല. സോ ബേസിക്കലി നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. അതൊരു സെല്ല് പോലും അല്ല. ഒരു സെല്ല് അഥവാ ഒരു കോശത്തിന് വേണ്ട ഒരു സാധനവും ആർക്കില്ല? വൈറസിനില്ല. ഓക്കെ, അടുത്ത ചോദ്യം. സയന്റിഫിക് നെയിം ഓഫ് എ പ്ലാന്റ് ഇസ് മാഞ്ചിഫെറ ഇൻഡിക. വാട്ട് ഡസ് ദ ഫസ്റ്റ് ടേം ആൻഡ് ദ സെക്കൻഡ് ടേം റെഫർ ഇൻ ദ സയന്റിഫിക് നെയിം? എന്താണ് മാഞ്ചിഫെറ ഇൻഡിക എന്ന് പറയുന്നത്? നമുക്കറിയാം മാവ് അല്ലെ, മാങ്ങയുടെയാണ് ഈ പറയുന്ന സയന്റിഫിക് നെയിം അഥവാ ശാസ്ത്രീയ നാമം. ഇതിൽ ഒന്നാം പദവും രണ്ടാം പദവും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാം പദം എന്ന് പറയുന്നത് നമുക്കറിയാം ജീനസിനെയും, രണ്ടാം പദം എന്ന് പറയുന്നത് അതിന്റെ സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നതാണ്. യെസ്, ഇനി റൈറ്റ് ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് ഓർഗാനിസംസ്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? നമുക്കറിയാം ഏതൊരു ജീവിക്കും ലോകമെമ്പാടും അറിയാനായിട്ട് ഒരു പേര് നമ്മൾ നൽകുന്നു. ആ പേരിന് 2 ഭാഗങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനോമിയൽ നോമെൻക്ലേച്ചർ എന്ന് പറയുന്നത്. ബൈനോമിയൽ നോമെൻക്ലേച്ചർ അഥവാ ദ്വിനാമ പദ്ധതി എന്നറിയപ്പെടുന്നത്. ഓക്കെ, യെസ്.
അടുത്തത് ഒരു ചോദ്യം കൂടി ഉണ്ട് നമുക്ക്. എന്താണ്? a flow chart is given below അല്ലെ. ഇവിടെ എന്താണ്? നമുക്കൊരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞത്. നമ്മുടെ ഫസ്റ്റ് ടേമിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി തിരുത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സെല്ലുകൾ കൂടി ചേർന്നാൽ ഓർഗൻ സിസ്റ്റം ആണോ ഉണ്ടാവുന്നത്? ആണോ? സെല്ലുകൾ കൂടി ചേർന്നാൽ എന്താണ് ഉണ്ടാവുക? സെല്ലുകൾ കൂടി ചേർന്നാൽ ടിഷ്യൂസ് ഉണ്ടാവും, അഥവാ കലകൾ ഉണ്ടാവുന്നു. ടിഷ്യൂസ് കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? ഓർഗൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇതൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. യെസ്, എന്താണ്? സെല്ല് അഥവാ കോശങ്ങൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ടിഷ്യൂസ് ഉണ്ടാവുന്നു, കലകൾ ഉണ്ടാവുന്നു. ഇനി ടിഷ്യൂസ് കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ഓർഗൻ അഥവാ അവയവം ഉണ്ടാവുന്നു. അവയവങ്ങൾ കൂടി ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം അഥവാ അവയവ വ്യവസ്ഥ ഉണ്ടാവുന്നു. ഓർഗൻ സിസ്റ്റംസ് കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ഓർഗാനിസം അഥവാ ഒരു ജീവി ഉണ്ടാവുന്നു അല്ലെ. ഒരു ജീവി ഉണ്ടാവുന്നു. ഇനി ഓർഗൻ സിസ്റ്റം കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? യെസ്, ഓർഗൻ സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഗാനിസംസ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു? ഒരു പോപ്പുലേഷൻ ഉണ്ടാവുന്നു. യെസ്, ഒരു പോപ്പുലേഷൻ അഥവാ ജീവിഗണം ഉണ്ടാവുന്നു. പോപ്പുലേഷൻസ് പല പോപ്പുലേഷൻസ് കൂടി ചേർന്നാൽ എന്താണ് ഉണ്ടാവുക? അത് നിങ്ങൾക്കുള്ള ഒരു ചോദ്യമാണ്. യെസ്, അപ്പൊ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമ്മളിപ്പോൾ നോക്കിയത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കുട്ടികൾക്ക്, എൻ്റെ എല്ലാ മക്കൾക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മളിതാ കുറേ ഷോർട്സ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ആ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും കാണട്ടെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ, അപ്പോൾ എല്ലാവരും കാണട്ടെ. ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മക്കൾ എന്ത് ചെയ്യാൻ മറക്കരുത്? സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തരാം.